സാറേ സൈലേഷ് ഒന്നും വന്നിട്ടില്ല. എടാ സയൻസ് എന്ന് പറഞ്ഞാൽ മിണ്ടായിരിക്കുന്ന ആ ദേ രാത്രി മൊത്തം ഫേസ്ബുക്കിലും ഇപ്പൊ അവന്റെ ഫേസ്ബുക്കിലും അവിടെ നിനക്ക് ലൈക്ക് കിട്ടോ? നോൺസെൻസ്. സാറേ ജോൺസൺ ഒന്നും വന്നിട്ടില്ല. Everybody stand up. Right hand, left hand, about hand. എങ്ങനെയൊക്കെ ഇരുന്നേ? ഇനിയും അറ്റൻഡൻസ് എടുക്കാം. ഇതാരുടെ ആറ് ജപ്പാൻ. ഈ മാഷിനെ കൊണ്ട് ഞാൻ തോറ്റു. ആരെ ജപ്പാനല്ല, രാജപ്പനാണ് പ്രസിഡന്റ്. റെജി പ്രസന്റ് സർ. ബിനു ഞാനുണ്ട്. ജോയ് പ്രസന്റ്. ബ്ലസൻ അവനൊന്നും വന്നിട്ടില്ലേ? ഞങ്ങൾ എന്റെ സ്കൂളിലോട്ട് വരുന്ന വഴിക്ക് അവന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോയപ്പോ അവിടെ ഒരു പുതിയ ഗേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗേറ്റ് ബ്ലസൻ ഇല്ലാതെ എന്ത് വെച്ചേക്കായിരുന്നു? ബ്ലസൻ ഇല്ലെന്നോ? അതെ സാർ, നല്ല വെണ്ടക്കടുത്ത് വലിയ ബോർഡ് ബ്ലസൻ ഇല്ല. ബ്ലസൻ ഇല്ലെന്നല്ല, ബ്ലസൻ ഇല്ല. എന്തുകൊണ്ട് നോട്ടീസ് ആണല്ലോ. ഞാൻ പറയാൻ വിട്ടുപോയി. അടുത്ത തിങ്കളാഴ്ച DEO ഇൻസ്പെക്ടർ വരുന്നുണ്ട്. പോലീസാണോ സാറേ? ആസ്ട്രലൊന്നും കാണുന്നു. പോലീസ് അല്ലടാ, DEO. സാറേ ഈ DEO എന്ന് വെച്ചാൽ DEO എന്ന് വെച്ചാൽ ഡയറക്ടർ ഓഫ് അല്ലാടാ ഡെസ്കിൽ നിന്ന് ഉറങ്ങുന്നത്. അപ്പൊ പുള്ളിക്കാരൻ വരുമ്പോ നിങ്ങളോട് ഓരോരുത്തരോടും ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ അതിനൊക്കെ ഉത്തരം പറയണം. ഞാൻ ഈ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ പ്രിപ്പയർ ചെയ്തു. ഞാൻ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ആരൊക്കെ നോക്കാം. അപ്പൊ പറഞ്ഞല്ലേ, ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 49. 55. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, നമുക്ക് 50 ഉറപ്പിക്കാം. എടാ 36 ശരിയായ ഉത്തരം. സാറേ എനിക്കൊരു കൺഫ്യൂഷൻ. നീ ചോദിക്കണം. ഇംഗ്ലീഷില് ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചെറിയ അക്ഷരങ്ങളാണോ അതോ വലിയ അക്ഷരങ്ങളാണോ ഉപയോഗിക്കേണ്ടത്? എന്റെ ഒരു കൺഫ്യൂഷൻ. മക്കളെ, നീ വലിയവനോട് സംസാരിക്കുമ്പോ വലിയ അക്ഷരവും ചെറിയവരോട് സംസാരിക്കുമ്പോ ചെറിയ അക്ഷരങ്ങളും ഉപയോഗിക്കണം. അപ്പോൾ സാറേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴോ? നിങ്ങൾ തമ്മിൽ അങ്ങ് മര്യാദ സംസാരിച്ചാൽ മതി. നമുക്ക് അടുത്തത് ഒറ്റ വാക്കത്തിൽ ഉത്തരം പറയണം. തെങ്ങിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? തേങ്ങ. മാവിൽ നിന്നോ? മാങ്ങ. അപ്പൊ പ്ലാവിൽ നിന്നോ? പ്ലാങ്ങ. ഓക്കെ, നമ്മൾ ഈ ഫുഡ് എന്ന് കേട്ടിട്ടുണ്ട്. ഫുഡിന്റെ അർത്ഥം എന്താണ്? അക്കോമഡേഷനോ? അപ്പൊ ഈ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരം കിട്ടാൻ താമസിക്കും. അടുത്ത ഒരു കണക്ക് ചോദ്യം ചോദിക്കാം. മാത്യൂസ്. 5 4 കൂട്ടിയാൽ 9 കിട്ടും. അങ്ങനാണെങ്കിൽ 4 5 കൂട്ടിയാൽ എത്ര കിട്ടും? ആക്ച്വലി മാഷേ ഈ 9 തിരിച്ചിട്ടാൽ മതി, അപ്പോ കിട്ടില്ലേ 6. ഇനി അടുത്തത് കെമിസ്ട്രി. എടാ കെമിസ്ട്രി രാസവളം. വെള്ളത്തിന്റെ ഫോർമുല പറഞ്ഞ കെമിക്കൽ ഫോർമുല HIJKLMNO. പുതിയൊരു സംഭവം. ഞങ്ങളുടെ പറഞ്ഞ H മുതൽ O വരെ. എടാ H2O അല്ല, H മുതൽ O വരെ അല്ല. ഇനി അടുത്ത ജനറൽ നോളജ് എത്ര ഉണ്ടെന്ന് ഓരോന്നിനും അറിയട്ടെ. ആകാശത്തിലൂടെ പറക്കുകയും ഭൂമിയിൽ പ്രസവിക്കുകയും ചെയ്ത ജീവിയുടെ പേര് ഒന്നും കേൾക്കാത്തവനെ നമ്മൾ എന്ത് വിളിക്കും? എന്തും വിളിക്കാം മാഷെ, അവന് ചെവി കേൾക്കത്തില്ലല്ലോ. പറയല്ലേ ഡഫ്. മണ്ടന്മാരെ, ഇതൊന്നും അല്ലടാ, ബ്ലിൻഡ്. പൊക്കൊറ്റ കാലിരിക്കുന്ന എപ്പോഴാ? മറ്റേ കാലം പൊക്കി പിടിക്കുമ്പോ. അപ്പൊ നീയോ? നിക്കറിടുമ്പോ. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു ജീവിയുടെ പേര്? മറ്റൊരു ജീവിയുടെ പേര്? ഇനിയും ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ടഫ് ചോദ്യം തരാം. ചിരിച്ചോ.
മുട്ടയിടുന്ന ഒരു ജീവി രാത്രി മാത്രം കുഞ്ഞുങ്ങളെ സ്നേഹിക്കും. അത് ഏത് ജീവി? സാറ് രജനി ടീച്ചർ രാവിലെ സ്കൂളിൽ പരീക്ഷയ്ക്ക് എല്ലാവർക്കും വലിയ മുട്ട ഇട്ട് തരും. രാത്രി ട്യൂഷൻ ക്ലാസ്സിൽ എന്തൊരു സ്നേഹം എന്നറിയാമോ? അതല്ല ഉദ്ദേശിച്ചത്. സാറേ എനിക്ക് ഡൗട്ട്. ഈ മഴ പെയ്യുമ്പോഴില്ലേ മിന്നൽ ഉണ്ടാവുന്ന എന്തുകൊണ്ടാ? ഈ മഴ പെയ്യുമ്പോൾ നിങ്ങള് എടാ മഴ എല്ലാവർക്കും കിട്ടുന്നോന്ന് സാറ്റലൈറ്റ് ടോർച്ച് അടിച്ച് നോക്കുന്നു. അപ്പൊ നീ ആദ്യം കുറിച്ച് അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ പക്ഷി എന്തോ? സാറേ കാക്ക. കാക്കയോ? അല്ല സാറേ, കാക്ക നമ്മുടെ സംസ്ഥാനം. എടാ സംസ്ഥാന പക്ഷിയോ? സോറി അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണ് സാറേ. കാക്ക നമ്മുടെ ജില്ലാ പഞ്ചായത്ത്. എടാ ജില്ലാ പഞ്ചായത്തോ? മുനിസിപ്പാലിറ്റി. എടാ ബ്ലോക്ക്. സാർ നമ്മുടെ ഗ്രാമസഭയുടെ പക്ഷി. ഗ്രാമസഭയുടെ പക്ഷിയാണ് കാക്ക. ഇനി അടുത്ത വാക്യത്തെ പ്രയോഗിക്കാം. വാക്യത്തെ അറിവുകളൊന്നുമല്ല, വാക്യത്തെ പ്രയോഗിക്കാം. Make sentiments. ആദ്യത്തെ വാക്ക് ഹൗ. യെസ് ഈ ചൂട് കാപ്പി വായൊഴിച്ച് കൊള്ളുമ്പോൾ ഹൗ എന്ന് പറഞ്ഞു. എട്ടും പൊട്ടും. സാറേ എന്റെ ചേട്ടൻ 8ാം ക്ലാസ്സിൽ 8 പ്രാവശ്യം പൊട്ടും. നീയും പൊട്ടും, നിങ്ങളെല്ലാവരും പൊട്ടും. നിന്റെ ഒക്കെ ഇരിപ്പ് കണ്ടാലേ അറിയാം പൊട്ടാനായിട്ട് ജനിച്ചതാണ്. ഇനി അടുത്ത വിപരീതം പറയുക. അപ്പൊ തുടങ്ങാം, കേട്ടോ? എടാ തുടങ്ങിയില്ല. വിപരീതം പറയല്ലേ? എന്റെ ദൈവമേ, ഒന്ന് നിർത്തുന്നുണ്ടോ മക്കളെ? എന്നോട് വേണ്ട, ഞങ്ങളോട് വേണം. അവസാനോട് പറയാം, നിന്റെ ഒക്കെ വായി നിന്ന് അക്ഷരം വെളി വന്നാൽ എന്റെ സ്വഭാവം എനിക്കാണ് അനുഭവം വരുന്നത്. സാറേ അതൊന്ന് പതുക്കെ പറയാമോ? എഴുതിയെടുക്കാം. നമുക്ക് കേട്ടിരുന്നു. ചേട്ടനുണ്ടോ? ചേട്ടയുടെ ചേട്ട ഉണ്ടോ? പട്ടി ഉണ്ടോ? എടാ പട്ടി ഉണ്ടോ? അമ്മ ഉണ്ടോ? രാത്രിയിൽ വരാം. സൂക്ഷിച്ചാൽ പിന്നെ സൈലേഷൻ എടുക്കുന്നു. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രധാന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കാണ് മാർക്ക് കൂടുതൽ. ചോദ്യം ഇതാണ്, മഴ ഉണ്ടാകുന്ന എങ്ങനെ? മഴ ഉണ്ടാകുമോ? മഴ ഉണ്ടയോ മാവുണ്ടോ അല്ല, മഴ ഉണ്ടാകുന്നത് എങ്ങനെ? കൊട പിടിക്കുമ്പോൾ. കട പിടിക്കണ്ട. ഒന്ന് ഷെമീറിന്റെ പോയെ. എന്നോ ഷെമീറിനെ വിളിച്ചാണ്. സാറേ അല്ല, രാധ ടീച്ചറിന്റെ വീട്ടിൽ പോകുമ്പോൾ. രാജീച്ചന്റെ വീട്ടിൽ പോകുന്ന അങ്ങനല്ല. രാജീച്ചന്റെ വീട്ടിലോട്ട് പോകുന്ന പൈപ്പ് പൊട്ടി കിടക്കുക, അതുകൊണ്ട് തോന്നുന്നത്. അത് ഫോണിനായിട്ട് വരുന്നത്. അത് സാറിനെ കേട്ടത് തന്നെ. ചോദ്യം ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് പഠനം വിളിച്ചാൽ മതി. അറിയത്തില്ല, സത്യമായിട്ട് അറിയത്തില്ല. ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഈ ഭൂമി ഒരു ഉരുണ്ട ഗോളമാണ്. ഈ ഉരുണ്ട ഗോളത്തിൽ മേളിൽ ആകാശവും താഴെ ഭൂമി, വെള്ളം, സമുദ്രം. അപ്പൊ ഈ ഭൂമി ഇങ്ങനെ കറങ്ങി 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 ഊതല്ലേ? ശ്രദ്ധിക്കുക, മര്യാദക്ക് ഞാൻ പഠിച്ചങ്ങ് പഠിച്ചാ മതി. അപ്പൊ ഈ ഭൂമി ഇപ്പൊ ഭൂമിയില് നമ്മൾ ആകാശമാണ്. അപ്പൊ വെള്ളമോ? ഈ വെള്ളം എല്ലാം കൂടെ ആകാശത്തോടെ വീഴും. പിന്നെ ഈ ഭൂമി കറങ്ങി കറങ്ങി കറങ്ങി. അപ്പൊ ഇപ്പോൾ ആകാശം, ഭൂമിയോ, വെള്ളമോ? വെള്ളത്തിനോട് അങ്ങനെ മഴ ഉണ്ടാകുന്ന. ഇനി ഇത്രയൊക്കെ ആയി. ഇനി നിങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നോട് ചോദിക്കാം. സാറേ സാറിന് ഞങ്ങൾ ചോദ്യം ചോദിക്കാം. സാർ എഴുതാമോ? പിന്നെ നീ പറഞ്ഞ നിസ്സാരമായിട്ട് എഴുതിക്കോ. സത്യം. ആ പേന
എഴുതാൻ പറ്റില്ലെങ്കിലോ? എടാ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ ജോലി കഴിച്ചു പോകും. സത്യം സത്യം. സാറേ ഞങ്ങളെ കൊതിപ്പിക്കുന്നു. നീ പറയണോ? എങ്കിൽ എഴുതിക്കോ. നീ പറ. ഒരു കാളവണ്ടിക്കാരൻ ഒരു കാളവണ്ടിക്കാരൻ കാളയുമായി കോട്ടയത്തിൽ നിന്നും പത്തനാപുരത്തേക്ക് പോവുകയായിരുന്നു. പോവുകയായിരുന്നു. ആ വഴിയിൽ വെച്ച് കാള വളവ് തിരിയാൻ പ്രയാസപ്പെട്ടു. അപ്പോൾ കാളവണ്ടിക്കാരൻ കാളയോട് കാളേ അപ്പോൾ കാളവണ്ടിക്കാരൻ കാളയോട് കാളേ നീയൊക്കെ പറഞ്ഞ പോലെ ഞാൻ പക്ഷെ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തിണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അറിയാം. എന്തറിയാം? ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു തെണ്ടിയാണ്.